ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച വിഷയത്തിൽ സെൻസർ ബോർഡിനെ വിമർശിച്ച ഹൈക്കോടതി ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു. ജാനകി എന്ന പേരിന് മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം. അതേസമയം സെൻസർ വിഷയത്തിൽ സിനിമാ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്കും എത്തിയിട്ടുണ്ട്. സമഗ്ര വിവരങ്ങൾ സാലി മുഹമ്മദ് നൽകും. റിപ്പോർട്ടുകൾ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഹൈക്കോടതി അറിയിച്ച ദിവസം കൂടിയാണ് ഇന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രദർശനാനുമതി നിഷേധിച്ചത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് സെൻസർ ബോർഡ് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി അത് ദൈവത്തിൻ്റെ പേരുപയോഗിച്ചിട്ടുണ്ട് കഥാപാത്രമായും ടൈറ്റിലായും, അത് മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം. അതിനെ തുടർന്ന് ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചു. ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിച്ചത്. നിർമ്മാതാക്കൾ പ്രധാനമായും പറഞ്ഞിരുന്നത് തങ്ങളുടെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യം, ഇങ്ങനെ ഈ ജാനകി എന്നതൊരു പൊതുവായ പേരാണ്, അതെങ്ങനെയാണ് ഒരു മതത്തിൻ്റെ മാത്രം പേരാവുക? അല്ലെങ്കിൽ അത്തരം പേരുകൾ മുൻപും സിനിമയിൽ ഭാഗമായിട്ടുണ്ടല്ലോ, സിനിമയിൽ കഥാപാത്രങ്ങളായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു പേര് വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ജാനകി എന്ന പേര് സിനിമയിൽ വന്നാൽ എന്താണ് പ്രശ്നം എന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് പലതവണ ചോദിക്കുകയുണ്ടായി. അപ്പോഴൊന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചത് മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു. കോടതി കടുത്ത വിമർശനം തുറന്നപ്പോൾ പുതിയൊരു വാദം കൂടി സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. അതായത് 16 വയസ്സിന് താഴെ ഉള്ളവർക്ക് അവരെ കാണിക്കാൻ കഴിയാത്ത ചില സീനുകൾ, ചില രംഗങ്ങൾ അതിലുണ്ട് എന്നൊരു വ്യത്യസ്തമായൊരു വാദം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം ഗൗരവത്തിലാണ് കോടതി കേട്ടത്. വലിയ വിമർശനം സെൻസർ ബോർഡിന് കേൾക്കേണ്ടതായും വന്നു. അതിനുശേഷം പറഞ്ഞത് തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനം എന്താണ് എന്ന് രേഖാമൂലം തന്നെ കോടതി അറിയിക്കണം. അതിനുശേഷം കോടതി ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാം, ഇതിന് അനുമതി നൽകുകയല്ലേ എന്ന വരെ ഒരു ഘട്ടത്തിൽ കോടതി കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട്, സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തതാണ്. അതിനെതിരെ സമാന്തരമായി മറ്റു ചില ഡെവലപ്മെൻറ്റ്സും കൂടെ നടക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവർ ഇതിനെതിരെ വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഫെഫ്കയും മറ്റും ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വിശദീകരിക്കുകയുണ്ടായി. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് ശരിയായ പ്രവണതയല്ല. ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരിലോ അത്തരം ഏതെങ്കിലും പേരിൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്നത് വലിയ മുതൽ മുടക്കുള്ള സിനിമയെ ബാധിക്കും. ഒരുപാട് പേരുടെ അധ്വാനമാണത്. അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച സെൻസർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും, അവിടെ ധർണ നടത്തും എന്നാണ് ഫെഫ്ക ഭാരവാഹികളടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഈ സമരത്തിൽ ഫെഫ്ക മാത്രമല്ല, അമ്മയും പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ സഹസംഘടനകളെയും കൂടി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട വിവാദം അതും നിയമതലത്തിലും പുരോഗമിക്കുകയാണ്. അത് ഒരു സിനിമാ മേഖലയിലെ ഒരു പ്രതിസന്ധിയായി അതൊരു സമരത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.